ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇത് വ്യാഴാഴ്ച രാവിലെ അല്ലൂസിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടൻ ജോലിക്ക് പോയി. അതിന് ശേഷമാണ് ഞാനിന്ന് ലഞ്ചിനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് കയറുന്നത്. ഇന്ന് ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്നില്ല. ഒരു 3:30-4 മണിയാകുമ്പോഴേക്ക് ആളെത്തും. അപ്പോഴേക്ക് കപ്പ പുഴുക്കാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഇന്നലെ മലയാളി കടയിൽ പോയപ്പം അവിടെ നിന്ന് കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ പുഴുക്കാക്കണം. അതുപോലെ നെയ്മീൻ മേടിച്ചിട്ടുണ്ട്, അത് നമുക്ക് കറിയും വെക്കണം. പിന്നെ അതേ കുറച്ച് കോവയ്ക്ക ഞാൻ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മെഴുക്കുവരട്ടി വയ്ക്കാം. മക്കൾ വരുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ചോറിന് കറിയായിട്ട് അവർക്ക് മെഴുക്കുവരട്ടിയും പിന്നെ മീൻ കറിയും കൂടെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് അരിയുന്ന ജോലി ഒഴിവായി കിട്ടി. പെട്ടെന്ന് തന്നെ ഒരു സവാള മാത്രം ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായി വാടി വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നീട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വരട്ടി നല്ല ക്രിസ്പിയാക്കി നമ്മളുടെ മെഴുക്ക് വരട്ടി എടുക്കണത്. അപ്പോൾ അതേ ഫ്രിഡ്ജിൽ ഞാൻ മീൻ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചത് അതുപോലെ ഇരിക്കുമായിരുന്നു, ക്ലീനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇന്നലെ രാത്രിയായി മീനും പച്ചക്കറികളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു മീനൊക്കെ നാളെ നന്നാക്കി എടുത്ത് വയ്ക്കാം. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് പിന്നെ മീനും കൂടെ നന്നാക്കാനുള്ള ശേഷി ഉണ്ടായില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് മീൻ അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇന്ന് നമുക്കിത് മീനൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ കറി വയ്ക്കാനുള്ളതും പിന്നെ നാളത്തേക്കിന് ഇപ്പോൾ ഞാൻ മുളകിട്ട് വെറുതെ കറി വയ്ക്കുകയാണ് ചെയ്യണത്. നാളെ നമുക്ക് തേങ്ങാപ്പാലൊഴിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് വറുക്കാനും വേറെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട് കേട്ടോ, അത് വറുക്കാനും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നെയ്മീൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അധികം നൈസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യേണ്ടെന്ന്. വളരെ നൈസായിട്ട് നെയ്മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്നാലുണ്ടല്ലോ അത് വറുക്കാനെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കറിയിലിടുന്ന സമയത്തോ ഒക്കെ ആകെ മൊത്തം പൊടിഞ്ഞു പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കട്ടിയിലൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ മീൻ വെട്ടുന്ന കണ്ടിട്ട് അല്ലൂസിനെ സ്കൂൾ വിട്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടോ, അത് ഞാൻ മറന്നുപോയി. ഇപ്പോൾ അവന് 10:15 വരെയാണ്, ഇപ്പോൾ നഴ്സറിയിലാണ് ചേർത്തേക്കുന്നത്. 10:15 വരെയുള്ളൂ ആൾക്ക് ക്ലാസ്. അപ്പോൾ 10:15 ഞാൻ ആളെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പണിക്ക് കയറിയത്. അപ്പോൾ അവന് മീൻ വെട്ടണം, എൻ്റെ കൂടെ മീൻ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് എൻ്റെ കൂടെ വന്നാൽ നിൽക്കണത്. ഞാൻ പിന്നെ ഒരു വിധത്തിൽ വണ്ടി ഓടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ആളെ. അപ്പോൾ മീനിൻ്റെ തല ഇങ്ങനെ 2 പീസാക്കി കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മീനിൻ്റെ കണ്ണിട്ടിട്ട് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. സാധാരണ ഞാൻ മീനിൻ്റെ കണ്ണങ്ങ് എടുത്ത് കളയാറാണ് പതിവ്. പിന്നെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണുന്നു ആൾക്കാർ മീനിൻ്റെ കണ്ണ് അങ്ങനെ തന്നെ ഇട്ടിട്ട് കറി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത്തവണ കണ്ണ് കളഞ്ഞില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ നന്നാക്കി ഇതുപോലൊരു മാജിക്കൽ ബോക്സ് ഉണ്ട്. ആ മാജിക്കൽ ബോക്സിനകത്ത് നമ്മൾ അടച്ചു വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കിനുള്ള പണി എളുപ്പമാണ്. കറിയൊക്കെ വെക്കണമെങ്കിൽ അത് പിന്നെ ചിരണ്ടാനോ അല്ലെങ്കിൽ ഉള്ളിയുടെ തൊലി പൊളിക്കാനോ ഒന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ എടുക്കുക, കട്ട് ചെയ്ത് കറിക്കകത്ത് ചേർക്കുക. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് നമ്മളിന്ന് മീൻ കറിക്കകത്ത് ചേർക്കുന്നത്. സവോളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുക, അതിനുശേഷം കുറച്ച് ഉലുവയും കൂടെ പൊട്ടിക്കുക. അത് പൊട്ടിക്കഴിയുമ്പം നമുക്ക് കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി അങ്ങ് വെള്ളം പോലെ ആവല്, ഒരു പേസ്റ്റ് പോലെ ആവുന്ന രീതിയിൽ എടുക്കുക. ഞാനപ്പോൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ച് ഇത് തിരിച്ച് കബോർഡിലോട്ട് വെക്കുന്ന സമയം കൊണ്ട് അല്ലൂസ് വന്ന് മുളകിനകത്തിട്ട് കൈയിട്ട് വാരി മിക്സ് ചെയ്തിട്ടൊക്കെ കൂടെ പിന്നെ ഞാൻ കൊണ്ടുപോയി കൈയൊക്കെ കഴുകിപ്പിച്ചു, അല്ലെങ്കിൽ കണ്ണിലും മുഖത്തിലൊക്കെ തേച്ചെങ്കിൽ പാടായില്ലേ. അവൻ കുസൃതിയാണ്, നോക്കിയിരിക്കെ ഓരോ പണിക്ക് വരും. ഞാൻ മിണ്ടില്ല, ഞാൻ തിരിഞ്ഞു നിന്നത് കാരണം ഞാൻ കണ്ടില്ല അവൻ വന്നത്. പതുക്കെ മിണ്ടാണ്ട് വന്ന് നിന്നിട്ടാണ് ആൾ ഇതുപോലെ ഓരോ പണികളൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് പോവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കണം. ഒരുമിച്ച് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അങ്ങ് നീണ്ടു പോകും. അങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വരട്ടിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഈ മസാല നമ്മളുടെ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇങ്ങനെ മൂപ്പിച്ച് വരുമ്പോഴത്തേന് ഇതിനകത്തുനിന്ന് എണ്ണയൊക്കെ ഊറി വരുമ്പോഴേക്ക് നമ്മളുടെ മസാല
നന്നായിട്ട് വഴന്നു വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കല്യാണത്തിന് മുമ്പ് എനിക്ക് മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒന്നും വെക്കാനൊന്നും അറിയുന്നുണ്ടായില്ല. എനിക്ക് ആപ്പാടെ സാമ്പാറും പുളിശ്ശേരിയും പിന്നെ ഒരു തോരനോ മെഴുക്കുവരട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രമാണ് വെക്കാൻ അറിയുന്നുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ചിക്കൻ കറി വയ്ക്കാനും മീൻ കറി വയ്ക്കാനും ഒക്കെ പഠിച്ചത്. ചിക്കൻ കറി വയ്ക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്നിട്ടാണ്. അപ്പച്ചൻ നല്ലൊരു കുക്കാണ്. ഇവിടെ ആദ്യം ചേട്ടനൊക്കെ ഹോട്ടലായിരുന്നു. അപ്പോൾ അപ്പച്ചൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പച്ചൻ്റെ നോൺ വെജ് ഒക്കെ നല്ല അടിപൊളി, നോൺ വെജ് മാത്രമല്ല കേട്ടോ, അപ്പച്ചൻ വയ്ക്കുന്ന എല്ലാ കറികളും മാങ്ങ പുളിശ്ശേരി ഒക്കെ എന്ത് രസമാണെന്ന് പറയുക കഴിക്കാനായിട്ട്. അപ്പോൾ അപ്പച്ചനാണ് എന്നെ നോൺ വെജ് വെക്കാനായിട്ടൊക്കെ പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ ചേട്ടൻ ചില്ലി ചിക്കനൊക്കെ അങ്ങനെയുള്ള ഡിഷൊക്കെ ഉണ്ടാക്കാനായിട്ട് ചേട്ടനാണ് പഠിപ്പിച്ചേക്കുന്നത്. സാധാ ചിക്കൻ കറി അതുപോലെ പോർക്ക് അതൊക്കെ വെക്കാൻ എന്നെ പഠിപ്പിച്ചത് അപ്പച്ചനാണ്. അപ്പച്ചൻ്റെ കറികളുടെ രുചി പറയുകയാണെങ്കിൽ വായിൽ ഇപ്പോഴും വെള്ളം വരും. എപ്പോഴാണോ അപ്പച്ചൻ്റെ കറികളെ പറ്റി ഓർക്കുന്നത് ആ സമയത്ത് നമ്മളുടെ വായിൽ വെള്ളം വരും. അങ്ങനത്തെ ടേസ്റ്റാണ് അപ്പച്ചൻ ഉണ്ടാക്കുന്ന കറികൾക്ക്. ചേട്ടനൊക്കെ പറയുന്നത് കേൾക്കാം, ഹോട്ടലുണ്ടായിരുന്ന സമയത്ത് അപ്പച്ചൻ്റെ പൊറോട്ടയും ബീഫിൻ്റെ ചാറും കഴിക്കാനായിട്ട് അങ്ങ് ദൂരേന്ന് നിന്ന് വരെ ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോഴും ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ നിൻ്റെ അപ്പച്ചൻ്റെ പണ്ടത്തെ ബീഫിൻ്റെ ചാറും പൊറോട്ടയും കൂട്ടി കഴിച്ചിരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും പറയുന്നത് കേൾക്കാം, പെൺകുട്ടികൾ കുക്കിംഗ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്, കല്യാണത്തിന് മുമ്പ് എല്ലാം വെക്കാൻ പഠിക്കണം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകുന്നതാണ്. അതിപ്പം കുക്കിംഗ് ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും വ്യത്യാസമില്ല. ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും കുക്കിംഗ് അത്യാവശ്യമായിട്ട്, നമുക്കൊരാൾക്ക് ഒരു നേരം വിശക്കുന്നുണ്ടെങ്കിൽ ആ വിശപ്പ് മാറാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനമെങ്കിലും കുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാണ്ട് എല്ലാ ഡിഷസും നമ്മൾക്ക് ഉണ്ടാക്കാൻ നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം എങ്ങനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു മുട്ട പൊരിച്ചിട്ടായാലും അല്ലെങ്കിൽ ഒരു തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മോര് കാച്ചത് എന്തെങ്കിലും ഒരു കറിയെങ്കിലും അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ പോകെ പഠിച്ചു വന്നോളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഞാൻ ആദ്യമൊന്നും നന്നായിട്ടൊന്നും കുക്ക് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ എൻ്റെ പാചകമൊക്കെ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പുറത്തുനിന്നായാലും ആരിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ചില ഡിഷസൊക്കെ കഴിക്കുമ്പം എനിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം ചേട്ടൻ പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 പെൺകുട്ടികളാണ്, മൂത്തത് ഇളയാളാണ് മോന്. അപ്പം പിള്ളേരെ കുക്കിങ്ങൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ തന്നെ ആവശ്യമുള്ള സമയത്ത് പഠിച്ചെടുത്തോളും. നമ്മളായിട്ട് അവരെ ഫോഴ്സ് ചെയ്യാനൊന്നും പോകണ്ട. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ല, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് പഠിക്കും. ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മീൻകറി വെക്കുകയോ അല്ലെങ്കിൽ തോരൻ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചു വന്നത്. പിന്നെ അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ മീൻകറി ആയിട്ടുണ്ട്, മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. ഇനി വൈകിട്ടത്തേക്കിന് അതായത് ചേട്ടൻ വരുമ്പോഴേക്ക് കപ്പ ഒന്ന് വേവിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് കപ്പ കുതച്ചെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ എൻ്റെ വായും അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച കപ്പ തിന്നാനും അതുപോലെ ചക്ക. നമ്മൾ വേവിക്കാൻ നേരത്ത് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പച്ചച്ചക്ക തിന്നാനും. അതിന് എൻ്റെ അമ്മയാട്ടോ ആശാത്തി. അമ്മ പച്ചച്ചക്ക തിന്നുന്നത് കണ്ടാൽ, വേവിച്ച ചക്ക അമ്മ തിന്നില്ല അധികം, പക്ഷെ അരിയാനിരിക്കുന്ന സമയം തൊട്ട് അരിഞ്ഞ് കഴിയുന്നിടം വരെ അമ്മയുടെ വായ അനങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് പോയപ്പം പറഞ്ഞതാട്ടോ. അപ്പോൾ നമ്മളുടെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, മീൻ കറിയും കപ്പയും ചോറും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ